റൈഫിൾ ക്ലബിൻ്റെ ഏറ്റവും എനിക്ക് രസകരമായിട്ട് തോന്നിയൊരു കാര്യം, അത് പറഞ്ഞു തുടങ്ങാൻ നല്ലത് സൂരജാണ്. കാരണം സൂരജിനെ അഭിനയിക്കാൻ വിളിച്ചിട്ട് ഷൂട്ടിൻ്റെ ഡേറ്റ് ആയിട്ടും സൂരജ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ ശ്യാമൻ്റെ അടുത്ത് പറഞ്ഞാണ്, സൂരജ് പറഞ്ഞു എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചതാണ്, എനിക്ക് ക്യാരക്ടറിൻ്റെ ഡീറ്റെയിൽ വേണം, എനിക്ക് കഥ കേൾക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും ആദ്യമേ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ റൈഫിൾ ക്ലബിൻ്റെ ഒരു പ്രത്യേകത അതാണ്, ആ സിനിമയുടെ കഥ. പക്ഷേ ഒരു പേജിലും എഴുതി തരാവുന്ന കഥയേ ഉള്ളൂ. പക്ഷേ ക്യാരക്ടേഴ്സിനെ അത്രമാത്രം ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള ഒരു സിനിമ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല. ഈച്ച് ആൻഡ് എവറി ക്യാരക്ടർ വെൽ ഡിഫൈൻഡ് ആണ്. അത് റൈറ്റിംഗ് പാർട്ടായാലും അതിൻ്റെ മേക്കിംഗ് പാർട്ടായാലും അത്ര പെർഫെക്റ്റ് ആണ്. അപ്പോൾ സൂരജിൻ്റെ അടുത്ത് ശ്യാം അവസാനം ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങോട്ട് കയറി പോകാൻ വെച്ചാൽ ഇവിടെ വന്നിട്ട് പിടിക്കാൻ നമുക്ക്, ആ പിടുത്തമാണ് സിനിമയെ കണ്ടത്. അപ്പോൾ ഇങ്ങനെ ഓരോ ക്യാരക്ടറും ഈ സിനിമയിൽ കൃത്യമായിട്ടുള്ളൊരു ആർക്കുണ്ട്, അവർക്കൊരു ഹൈ പോയിന്റ് ഉണ്ട്. അവരെ കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഈ ക്ലബ് മെമ്പേഴ്സ് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരെ ഊക്കിയിട്ടാണ് തുടങ്ങുന്നത് തന്നെ ഓരോ ക്യാരക്ടേഴ്സിന്. അത് കഴിഞ്ഞിട്ട് ഓരോ മെമ്പറിനെയും നിങ്ങൾക്ക് കൃത്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യാവുന്ന രീതിയിൽ അത് എഴുതപ്പെട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് ട്രീറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ഞാൻ സെറ്റിലേക്ക് പോകുമ്പോൾ ഞാൻ ആഷിഖിൻ്റെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞൊരു കാര്യം, എൻ്റെ ആദ്യത്തെ എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഡയറക്ടർ തന്നെ, അതും ആഷിഖ് ഇതുവരെ ക്യാമറ ചെയ്ത ഒരു സിനിമ നമ്മൾ കണ്ടിട്ടില്ല. ഇതിനു മുമ്പ് ഒരു സിനിമ ചെയ്തിട്ടുണ്ട് ലവ്ലി, അത് ഇനി റിലീസാവാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതെനിക്കൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, എങ്ങനെയായിരിക്കും ആഷിഖ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു ഓപ്പറേറ്റിംഗ് ക്യാമറാമാൻ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഒരു സിംഗിൾ ഷോട്ട് പോലും വേറൊരു ക്യാമറാമാന് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. സെക്കൻഡ് DOP ഉണ്ട്, പക്ഷേ സ്റ്റിൽ ആഷിഖ് എല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്ര രസകരമായിട്ടുള്ള ഒരു സെറ്റും ഒരു വൈബും ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ആ എനർജി ഇന്ന് സത്യത്തിൽ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ടോട്ടൽ ബ്ലാങ്ക് ആയിരുന്നു. ഇത് വർക്കാവുന്നുണ്ടോ ഇത് അറിയുന്നില്ല, കാരണം നമുക്ക് ആ ഒരു ജഡ്ജ്മെന്റ്